യുവനടിയെ ബലാത്സംഗം ചെയ്തു എന്ന കേസിൽ സംവിധായകൻ ഒമർ ലുലുവിന് ഇടക്കാല മുൻകൂർ ജാമ്യം. ഹൈക്കോടതിയുടേതാണ് ഉത്തരവ്. അറസ്റ്റ് ചെയ്താൽ 50,000 രൂപയുടെ 2 ആൾജാമ്യത്തിൽ വിട്ടയക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. ശ്രീകാന്ത്, എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചാണ് മുൻകൂർ ജാമ്യം? ശ്രീകാന്ത്, കേൾക്കാമോ? എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചാണ് മുൻകൂർ ജാമ്യം? എസ് ശ്രീകാന്ത് അല്പസമയത്തിനകം ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരും. ശ്രീകാന്ത് ഇപ്പോഴുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീകാന്ത്, എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചാണ് മുൻകൂർ ജാമ്യം? കാരണങ്ങളിലേക്കൊന്നും തന്നെ കോടതി പോയില്ല. ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് നടന്നത് എന്ന് ഉമർ ലുലുവിന്റെ അഭിഭാഷകൻ കോടതി മുമ്പാകെ അറിയിച്ചു. അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള ചില തെളിവുകൾ, ചാറ്റുകളൊക്കെ തന്നെ കോടതി മുമ്പാകെ എത്തിച്ചു. തുടർന്നാണ് കോടതി ഒരു ഇടക്കാല ജാമ്യം നൽകിയത്. കേസ് വീണ്ടും പരിഗണനയ്ക്കായി എടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. അത് തൽക്കാലം 50,000 രൂപയുടെ ആൾജാമ്യം അടക്കമുള്ള ബോണ്ടുകളുടെ വ്യവസ്ഥകളിൽ നിലവിലിപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നു, ഇടക്കാല ജാമ്യം നൽകിയിരിക്കുന്നു. ശരി, എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.